പി എസ് സിയിൽ നമുക്ക് എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യാം? അപ്പം ജി ടെക് നടത്തുന്ന ഡിഫ കോഴ്സ് നമുക്ക് പി എസ് സിയിൽ ഡയറക്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പി എസ് സിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ക്വാളിഫിക്കേഷൻ ലെവൽ, ഈ ക്വാളിഫിക്കേഷൻ ലെവലിനെ ഡിപ്ലോമ ഓർ പോസ്റ്റ് ഡിപ്ലോമ, നമ്മൾ പഠിക്കുന്നൊരു ഡിപ്ലോമ കോഴ്സാണ്, 8 മാസം തിരക്കുള്ള ഡിപ്ലോമ കോഴ്സാണ്. ആ ഡിപ്ലോമ ഡിപ്ലോമ ഓർ പോസ്റ്റ് ഡിപ്ലോമ സെലക്ട് ചെയ്യുക. അത് ചെയ്ത ശേഷം നമുക്ക് ക്വാളിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോഴ്സ്, നമ്മൾ പഠിച്ച ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന നമ്മുടെ ആ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്. ഈ കോഴ്സ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്കി സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ, ദെൻ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത് കൺസേൺഡ് ബോർഡ് ഓർ അതോറിറ്റി, സ്ട്രീം എന്ന് പറയുന്നത് റെഗുലർ, ദെൻ പെർസെൻറ്റേജ് മാർക്ക്, നമുക്ക് കിട്ടിയ മാർക്ക്, നമുക്ക് കിട്ടിയ ഗ്രേഡ്, മന്ത് ആൻഡ് ഇയർ നമ്മുടെ സർട്ടിഫിക്കറ്റിലുണ്ട്, ദെൻ റിസൾട്ട് ഓഫ് ക്ലാരിഫിക്കേഷൻ, രജിസ്റ്റർ നമ്പർ, റിമാർക്സ്, ഇതെല്ലാം കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടിങ് കോഴ്സ്, ജി ടെക്കിന് മാത്രം നടത്താൻ പറ്റുന്ന അക്കൗണ്ടിങ് കോഴ്സാണ് ഡിഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും.